പഠനവൈകല്യമുള്ള കുട്ടികളുമുണ്ട്, പഠിക്കാൻ മടിയുള്ള കുട്ടികളുമുണ്ട്. നമുക്കിതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? പഠിക്കാൻ മടിയുള്ള കുട്ടികൾ ഒരു ടോപ്പിക് ഒന്നോ രണ്ടോ പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ കൃത്യമായി പഠിച്ചെടുക്കുന്നവരാണ്. അവർക്ക് കൃത്യമായി അല്ലെങ്കിൽ ചിട്ടയായി ഇരുന്ന് പഠിക്കാനുള്ള ലേസിനെസ് ആണുള്ളത്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഹൈ റിവാർഡ്സും എൻകറേജ്മെന്റ്സും കൊടുത്തു കഴിഞ്ഞാൽ അവർ പഠിക്കുന്നവരാണ്. പഠനവൈകല്യമുള്ള കുഞ്ഞുങ്ങൾ സ്പെസിഫിക് ആയിട്ടുള്ള ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ളവരായിരിക്കാം. ഒന്നുകിൽ റീഡിംഗ് ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾ ഡിസ്ലെക്സിയ എന്ന് പറയാറുണ്ട്. ഡിസ്ലെക്സിക്കയുള്ള കുട്ടികൾക്ക് ലെറ്റേഴ്സ് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, റീഡിങ്ങിൽ ബുദ്ധിമുട്ടുണ്ടാകാം. ഒരേപോലുള്ള ശബ്ദങ്ങൾ അവർ തിരിച്ചും മറിച്ചും കൺഫ്യൂഷൻസ് ഉണ്ടാകും. അവർ ലെറ്റേഴ്സ് വായിക്കുമ്പോൾ എപ്പോഴും കൺഫ്യൂഷൻസ് നിരന്തരമായി അവർ ഫേസ് ചെയ്യുന്നവരാണ്. ചില കുഞ്ഞുങ്ങൾക്ക് റീഡിംഗ് ആയിരിക്കത്തില്ല, റൈറ്റിംഗിലായിരിക്കും ബുദ്ധിമുട്ട്. അവരെ നമ്മൾ ഡിസ്ഗ്രാഫിയ എന്ന് പറയും. ഡിസ്ഗ്രാഫിയ ഉള്ള കുഞ്ഞുങ്ങൾ ലെറ്റേഴ്സ് എഴുതുമ്പോൾ എപ്പോഴും ലെറ്റർ ഫോർമാറ്റോ അല്ലെ വേർഡ്സിന്റെ ഫോർമാറ്റോ എപ്പോഴും തിരിഞ്ഞും മറിഞ്ഞും പോകാറുണ്ട്. അതുപോലെ തന്നെ ലെറ്റേഴ്സ് എഴുതാൻ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം. എഴുതുമ്പോൾ നീറ്റായിട്ട് ലൈൻ ഫോളോ ചെയ്ത് എഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പേസിംഗ് തെറ്റിപ്പോകാറുണ്ട്. അവർ ലെറ്റേഴ്സ് എപ്പോഴും തിരിച്ചും മറിച്ചും എഴുതാറുണ്ട്. ഒരേപോലുള്ള പി, ക്യു, ഡി, ബി അങ്ങനെയുള്ള ലെറ്റേഴ്സ് എപ്പോഴും അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിൽ മാത്രം ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവരെ നമ്മൾ ഡിസ്കാൽക്കുലിയ എന്ന് പറയാറുണ്ട്. ഡിസ്കാൽക്കുലിയ ഉള്ള ഒരു കുഞ്ഞുങ്ങൾക്ക് പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവൈഡഡ് ബൈ ഇങ്ങനെയുള്ള സൈൻസ് ഒക്കെ മനസ്സിലാക്കിയെടുക്കാൻ എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. മൾട്ടി ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാം. ഇതുപോലെ പഠിക്കുന്ന കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ പഠന വൈകല്യം എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഓർക്കുക, പഠന വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ ഒരിക്കലും ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങളല്ല. അവർ ജനറലി ഉള്ള മറ്റു കാര്യങ്ങൾ നല്ല ബുദ്ധിയുള്ളവരും നന്നായിട്ട് സംസാരിക്കുന്നവരും നന്നായിട്ട് കളിക്കുന്നവരുമായിരിക്കും. പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുള്ളൂ.